ഈ തിന്ന പ്ലേറ്റ് കഴുകി വെച്ചാൽ എന്താ ഒന്നുമില്ല, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ അറിയില്ല. പക്ഷെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ പാത്രത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കലുണ്ട്. അപ്പൊ എന്താ ഞാൻ നോക്കുമ്പോ ഉമ്മ പാത്രം കഴുകാവും. ഒന്നുമില്ല, വീട്ടിലത്തെ എല്ലാ പാത്രം എല്ലാവരുടെ എച്ചിലിരുന്ന് പാവം കഴുകുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഇന്റെ പ്ലേറ്റ് ഞാൻ കഴുകിക്കഴിഞ്ഞാ എന്റെ അമ്മക്ക് അത്രയും പണി കുറഞ്ഞില്ലേ. അപ്പൊ നമ്മളെല്ലാരും, ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കുന്നിട്ട് ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോകും. ഈ ഇമ്മ എന്ത് ചെയ്യും, അവസാനം ഇതൊക്കെ പാടെടുത്ത് കഴുകിയിട്ട് ആ പാവം ഉറങ്ങാൻ തന്നെ കുറെ കഴിഞ്ഞിട്ടാണ്. ഒന്നുമില്ല, നമ്മൾ കഴിച്ച ഫുഡ് അതപ്പൊ തന്നെ ഒന്ന് പാത്രം കഴുകി വെക്കുന്നു. അപ്പൊ ഓരോരുത്തരും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഒരു വീട്ടിൽ 6 പേരുണ്ടാവും, 5 പേരുണ്ടാവും. അപ്പൊ ഓരോരുത്തരും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അമ്മക്ക് എത്ര പണി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഫുള്ള് പണിയാവും ആ പാകത്തിന്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചത്, നിങ്ങളുടെ എച്ചില് അത് നിങ്ങൾ കഴുകി വെക്കണ്ട, മറ്റേ മേശയിലിട്ടിട്ടാണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അമ്മക്ക് നമ്മളിങ്ങനെ മനഃപൂർവ്വം പണി കൊടുക്കുകയാണ്. ഈ പ്ലേറ്റ് കഴുകല് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ പണിയല്ല. നിങ്ങളുടെ ഭാര്യ ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ആണുങ്ങൾക്കും പ്ലേറ്റ് കഴുകും. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കലാണ്. അപ്പൊ പ്ലേറ്റ് കഴുകണ്ട അല്ലെങ്കിൽ അടിച്ചോരണ്ടെന്നൊന്നും ഇസ്ലാമിൽ എവിടെയും പറയുന്നില്ല. അപ്പൊ ഞാൻ ഉൾപ്പെടെ എങ്ങനെയാണ്, എന്റെ പ്ലേറ്റ് കഴുകി വെക്കാതെ ഞാൻ എണീച്ച് പോകും, തുണി എവിടെയെങ്കിലും വലിച്ചിടും. ഇങ്ങനൊക്കെ തന്നെ എത്രയും കാലം ജീവിച്ചത്. പക്ഷെ ഞാൻ ഒന്ന് ആലോചിച്ചു, അതൊന്ന് മാറി ചിന്തിച്ചൂടെ? എത്ര ജോലിഭാരാണ് അല്ലെങ്കിൽ എത്ര കഷ്ടപ്പാടാണ് നമ്മുടെ അമ്മാന്റെ അല്ലെങ്കിൽ പെങ്ങന്മാരുടെ അല്ലെങ്കിൽ ഭാര്യമാരുടെ ഒക്കെ നമ്മൾ ഇതിലൂടെ കുറക്കണത്. ഒന്നുമില്ല, ചെറിയ പണി. നമ്മൾ നമ്മുടെ കാര്യം, തുണി മാറ്റി വെക്കുന്നു, ആ പ്ലേറ്റ് ഒന്ന് എടുത്ത് കഴുകണു. ഇതിൽ ആർക്കാ നഷ്ടം? നിങ്ങളുടെ പ്ലേറ്റ്, നിങ്ങളുടെ തുണി, അതൊക്കെ നിങ്ങളുടെയാണ്. അതൊരിക്കലും ഒരു പെണ്ണിന്റെ മേലെ ചുമത്താൻ ഇസ്ലാമും പറയുന്നില്ല, എവിടെയും പറയുന്നില്ല. അങ്ങനെയല്ല നബി ഭാര്യമാരെ നോക്കിയിരുന്നത്. ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു ഉമ്മയെ നിങ്ങളുടെ കോൺട്രാക്ട് സൈൻ ചെയ്ത് വന്നിക്കല്ല, നിങ്ങളുടെ പ്ലേറ്റും നിങ്ങളുടെ അടിവസ്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിക്കോളാന്ന്. ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാണ് എന്ന് ഒതുക്കിയിട്ട് ജീവിക്കുന്ന ആളുകൾ എത്രത്തോളം മോശമാണെന്ന് ഞാൻ ഉൾപ്പെടെ എങ്ങനെയെന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ അടിവസ്ത്രം, നിങ്ങളുടെ എച്ചിലൊക്കെ കഴുകേണ്ടത് നിങ്ങളാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ആണുങ്ങൾ കുറച്ച് അവെയർ ആവുക.